ഹലോ, ഇന്ന് ഞാൻ വെണ്ട കൊണ്ട് നല്ലൊരു റെസിപ്പി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടാവും, ചിലപ്പോൾ ഇഷ്ടാവില്ല. എങ്കിലും എനിക്കിത് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും. അതുപോലെ ഗർഭിണികൾക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുന്നില്ല, ചോറ് കഴിക്കാൻ പറ്റുന്നില്ല, വൊമിറ്റിംഗ് ഉള്ളവർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ വെണ്ട കഴുകിയെടുത്ത് ഇങ്ങനെ നീളത്തിൽ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി എടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് ഇത് ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച ആ ഒരു വെണ്ട ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൈകൊണ്ട് തന്നെ കുഴച്ച് നല്ലോണം മസാല അതിലേക്ക് പുരട്ടുന്ന ജാതിയിൽ നമ്മൾ മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ പാൻ വെച്ചിട്ട് ഫ്രൈ പാൻ നന്നായിട്ട് ചൂടായ ശേഷം ആവശ്യമുള്ള ഓയിൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായ ശേഷം നമ്മുടെ ആ ഒരു വെണ്ട ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് പൊരിച്ചെടുക്കുക. നല്ലോണം ഇത് ഇളക്കി പൊരിച്ചെടുക്കുക. ചിലർക്കിത് ഷാലോ ഫ്രൈ ആയിട്ടാണ് ഇഷ്ടമുണ്ടാവുക, ചിലർക്കിത് നന്നായിട്ട് മൊരിഞ്ഞ് ഇരുന്നാലാണ് ഇഷ്ടമുണ്ടാവുക. നന്നായിട്ട് മൊരിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. വെണ്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും. നിങ്ങൾക്കിത് ഇഷ്ടമാവും. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക.